പാപിയായി പാരിൽ ഞാൻ അലഞ്ഞപ്പോൾ, ശാപദോഷം പേറി ഞാൻ വലഞ്ഞപ്പോൾ. പാപിയായി പാരിൽ ഞാൻ അലഞ്ഞപ്പോൾ, ശാപദോഷം പേറി ഞാൻ വലഞ്ഞപ്പോൾ. താണു വന്നു ക്രൂശിലേറി ജീവൻ തന്നു രക്ഷിച്ചു, ക്രൂശിലോളം യേശു എന്നെ സ്നേഹിച്ചു. താണു വന്നു ക്രൂശിലേറി ജീവൻ തന്നു രക്ഷിച്ചു, ക്രൂശിലോളം യേശു എന്നെ സ്നേഹിച്ചു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏദോം പറയുന്നു. എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പണിയിട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂധിക്കുന്ന ജാതി എന്നും പേർ പറയും. ദൈവം ഏദോം ദേശത്തെ നശിപ്പിച്ച് കളഞ്ഞതായിട്ട് ഈ ഭാഗത്ത് നാം വായിക്കുകയാണ്. ഏശാവിനെ ദൈവം ശൂന്യമാക്കി കളയുകയാണ്. അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തുകളഞ്ഞു. അപ്പോൾ അവർ വീണ്ടും വിചാരിക്കുകയാണ്, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏദോം പറയും. ഏദോം എന്നൊരു ശബ്ദം ഇവിടെ നാം കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇത് കാണുന്നുണ്ട്. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരേണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഏദോം ചുവന്നവൻ എന്ന് പേരായി. ഏദോം എന്നാൽ ചുവന്നവൻ എന്നാണ്. ചുവന്ന പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതുകൊണ്ടാണ് അവൻ ആ പേര് വരാനായിട്ട് കാരണം. ഏദോം ദേശത്തിൻ്റെ പഴയ പേര് സേയീർ എന്നായിരുന്നു. ചുവന്ന മണൽക്കല്ലുകൾ നിറഞ്ഞ ഭൂമിയായിരുന്നു ആ സ്ഥലം. അതിനാലാണ് അവർ വസിക്കുന്ന ദേശത്തിനും ഏദോം ദേശം എന്ന് പേരായത്. അതുകൊണ്ട് ഇവിടെ അവർ പറയുകയാണ്, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും. ദൈവം ശൂന്യമാക്കിയതാണ്. ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചതുപോലെ അവരുടെ ജീവിതം പാപം നിറഞ്ഞതായിരുന്നു, മാനസാന്തരമില്ലാത്തതായിരുന്നു, ദൈവഭയമില്ലാത്തതായിരുന്നു, ദൈവത്തിങ്കിലേക്ക് വരാത്തതായിരുന്നു. ഒരു കുറ്റബോധവും അവർക്ക് തോന്നിയില്ല. പാപത്തിന്മേൽ പാപം, പിന്നെയും അതിന്മേൽ പാപം, അങ്ങനെ പാപം ചെയ്ത് പെരുകി പാപത്തിൻ്റെ ശിക്ഷ, ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വന്നപ്പോൾ ദൈവം അവരെ ശൂന്യമാക്കി കളയുക. അങ്ങനെ ശൂന്യമായി പോയ ഈ ഏശാവിൻ്റെ സന്തതി വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും. അപ്പോൾ യഹോവ പറയുകയാണ്, അവർ പണിയിട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂധിക്കുന്ന ജാതി എന്നും പേർ പറയും. അവർ പണിയിട്ടെ, ഞാൻ ഇടിച്ചു കളയും എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ചിന്തിക്കുവാൻ, അങ്ങനെ പറയാനായിട്ട് കാരണം? അതിൻ്റെ കാരണം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. എന്താണ്? നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നോക്കണേ, നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. ഈ അഹങ്കാരമാണ് അവർ വീണുപോകാനൊരു കാരണം. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, ദൈവത്തെ ഭയമില്ലാതെ പോയി.
അഹങ്കാരം അവരുടെ തലയ്ക്ക് പിടിച്ചു. അത് അവരെ ജീവിതത്തിൽ വലിയ പാപത്തിലേക്ക് തള്ളിവിട്ടു. അഹങ്കാരം മുഖാന്തരം അവർ ദൈവത്തോട് മറുതലിച്ചു. ദൈവസന്നിധിയിൽ താഴാൻ മനസ്സില്ലാത്തവരായി തീർന്നു. കുറ്റബോധമില്ലാത്തവരായി മാറി. അവരുടെ നിഗളം, അവരുടെ ഉന്നതഭാവം, അവരുടെ ഗർവ് അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. ആരുടെയും വീഴ്ചയ്ക്ക് കാരണം നിഗളമനോഭാവമാണ്, അഹങ്കാരമാണ്, ഗർവാണ്, ഉന്നതഭാവമാണ്. ദൂതൻ വീണുപോയതും ആ ഗർവ് കൊണ്ടാണ്. ലോകത്തിലുള്ള മനുഷ്യൻ വീണുപോകുന്നതിൻ്റെ ഒരു കാരണം നിഗളമനോഭാവമാണ്. എത്രയോ ആളുകളാണ് വീണിരിക്കുന്നത്. നിഗളം മുഖാന്തരം എത്രയോ ആളുകൾ വീണുപോയി. ഇനിയും എത്രയോ പേർ വീഴാനിരിക്കുന്നു. എന്താ കാരണം? മനുഷ്യൻ്റെ നിഗളം മാറുന്നില്ല എന്നുള്ളതാണ്. ഉന്നതഭാവം, അഹങ്കാരം. ഇവിടെ ഏദോമിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു എന്നാണ്. ഹൃദയത്തിലെ അഹങ്കാരം അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് ഭവിച്ചു. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരു കൂട്ടരാണ് നിഗളികൾ. സാധാരണക്കാരോട് ദൈവം എതിർത്ത് നിൽക്കുന്നില്ല. നല്ല മനസ്സുള്ളവരോട് ദൈവം എതിർത്ത് നിൽക്കുന്നില്ല. താഴ്മയുള്ളവരോട് ദൈവം എതിർത്ത് നിൽക്കുന്നില്ല. പിന്നെ ആരോടാ ദൈവം എതിർത്ത് നിൽക്കുന്നത്? നിഗളികളോടാണ്. അഹങ്കാരികളെ ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്, നിഗളിക്കുകയല്ല വേണ്ടത്. പിന്നെയോ താഴ്മ ധരിക്കണമെന്നുള്ളതാണ്. താഴ്മയുള്ളിടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത്. താഴ്മ ധരിക്കുമ്പോൾ, താഴ്മയിൽ ജീവിക്കുമ്പോൾ, തന്നെ തന്നെ താഴ്ത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ജീവിതത്തിലെ ഏക കാരണം എന്തെന്ന് ചോദിച്ചാൽ അതവരുടെ താഴ്മ കൊണ്ടാണ്. എന്നാൽ ലോകത്തിലെ മനുഷ്യൻ വീണുപോയിട്ടുണ്ടെങ്കിൽ, തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് അഹങ്കാരമാ, നിഗളമാ. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിഗളം മുഖാന്തരം വീണുപോയ നെബൂഖദ്നേസറിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. നിഗളം മുഖാന്തരം മരണപ്പെട്ടുപോയ തൻ്റെ മകൻ ബെൽശസ്സറിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. നിഗളം മുഖാന്തരം വീണുപോയ ധാരാളം പേരെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശൗല് തൻ്റെ ജീവിതത്തിലെ നിഗളം മുഖാന്തരമാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായി വാണുവെങ്കിലും ദൈവം നീക്കിക്കളഞ്ഞത് അതുകൊണ്ടാണ്. നോക്കണേ, നിഗളം വീഴ്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. നിഗളം വീഴ്ചയ്ക്ക് കാരണമായിട്ട് തീരുന്നു. ആരൊക്കെ ദൈവസന്നിധിയിൽ നിഗളിച്ചിട്ടുണ്ടോ അവരെല്ലാം വീണുപോയിട്ടുണ്ട്. എത്രയോ ഭക്തന്മാരെ ഉദാഹരണമായി പറയുവാനായിട്ടുണ്ട്. പണം പെരുകിയവർ നിഗളിച്ചിട്ടുണ്ട്. സ്ഥാനം ഉയർച്ച ലഭിച്ചപ്പോൾ നിഗളിച്ചിട്ടുണ്ട്. സൗന്ദര്യം വർദ്ധിച്ചവർ നിഗളിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ളവർ നിഗളിച്ചിട്ടുണ്ട്. അവരാരും ദൈവസന്നിധിയിൽ അവരുടെ നിഗളം മുഖാന്തരം വീണത് കാരണം പിന്നീട് സങ്കടത്തോടെ കഴിയേണ്ടി വന്നു എന്നുള്ളതാണ്. അവരെല്ലാം ദുഃഖത്തോടും സങ്കടത്തോടും വേദനയോടും കൂടി കഴിഞ്ഞു. നാം ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഏദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകുമെന്ന്. എന്ത് നോവാ? പ്രസവവേദനപ്പെട്ട സ്ത്രീയുടെ ഹൃദയം പോലെയാകും. നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെ ഏദോമിലെ വീരന്മാർ
മിടുക്കന്മാർ, കഴിവുള്ളവരായിത്തീരുമെന്ന. പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ദൈവം ഇവിടെ പറയുകയാണ്, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതിയെന്നും പേർ പറയും. സദാകാലം ക്രൂദിക്കുന്ന ജാതി, ദുഷ്ടപ്രദേശം. ദൈവം ഇടിച്ചു കളയും. ആരെയാ? നിഗളികളെ, അഹങ്കാരികളെ. ഏശാവിൻ്റെ ജീവിതത്തിൽ, ഏശാവിൻ്റെ തലമുറയിൽ അവർ വീണുപോകുവാൻ, അവർ പട്ടുപോകുവാൻ, അവർ നശിച്ചു പോകുവാൻ കാരണം അവരുടെ നിഗളമാണ്. അവരുടെ വീരന്മാർ പോലും നോവ് കിട്ടിയ സ്ത്രീകളെപ്പോലെ നിലവിളിക്കേണ്ടി വരുന്ന അനുഭവത്തിലേക്ക് പോയത് അവരുടെ നിഗളമാണ് കാരണം. ദൈവസന്നിധിയിൽ നാം നിഗളിക്കുകയല്ല വേണ്ടത്. ദൈവത്തോട് പറയാം, എൻ്റെ കർത്താവെ, നിഗളിക്കാൻ എനിക്ക് എന്തുണ്ട്? നീ തന്നതല്ലാതെ എൻ്റെ ആരോഗ്യം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സൗന്ദര്യം, എൻ്റെ പണം, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എന്തും പ്രശംസ പറയുവാൻ ഒന്നുമില്ല കർത്താവെ. നീ തന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ തന്ന സകല നന്മകൾക്കും സകല ഉപകാരങ്ങൾക്കും നന്ദി. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ ചെയ്ത സകല ഉപകാരത്തിനും എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഓർത്തോർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുക എന്നുള്ളതാണ്. അല്ലാതെ നിഗളിച്ച് ഗർവ് കാണിച്ച് ഉന്നതഭാവത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുക എന്നുള്ളതല്ല. മറിച്ച് താഴ്മയോടെ ഭക്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.